നമസ്കാരം. അവിയൽ ടാർഗയുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന സപ്പോർട്ടുകൾക്കെല്ലാം നന്ദിയുണ്ട്. ഇനിയും ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുക. ഞങ്ങൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് വാഗമണിലാണ്. വാഗമണിലെ പൈൻ വാലിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് പൈൻ വാലിയിലേക്കുള്ള വഴിയാണ്. സൈഡിൽ ഫാൻസി ഐറ്റംസിൻ്റെയും കിഡ്സിൻ്റെ ടോയ്സിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു കുറച്ച് ഷോപ്പുകളൊക്കെ കാണാം. നമുക്കിവിടെ 200 മീറ്റേഴ്സോളം ഉള്ളിലോട്ട് നടക്കാനുണ്ട്. നടന്നു പോകുമ്പോഴത്തേക്കും നമ്മൾ ഫീസൊക്കെ കൊടുത്താണ് ഉള്ളിലോട്ട് പോകുന്നത്. അഡൽറ്റിന് 30 റുപ്പീസാണ് വരുന്നത്. കിഡ്സിന് വരുമ്പോൾ 15 രൂപയാണ് വരുന്നത്. നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ കല്ലൊക്കെ വിരിച്ചിട്ടുള്ള വഴികളായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള വഴിയാണ്. നമുക്ക് സൈഡിൽ കൈവിരിയൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ പിടിച്ച് നമ്മൾ സൂക്ഷിച്ചൊന്നും നോക്കി പോവുക. സ്ലിപ്പ് ആവാനായിട്ട് സാധ്യതയുള്ളതാണ് വഴി. ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ സ്ലിപ്പ് ആവാനായിട്ട്, ഞങ്ങൾ പോയപ്പോൾ മഴയുണ്ടായിരുന്നു, അപ്പോൾ സ്ലിപ്പ് ആവാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ പോവുക. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ നല്ല പൈൻ മരങ്ങൾ അടുത്തടുത്തായിട്ടും ദൂരെയായിട്ടും കുറച്ച് ഗ്യാപ്പിട്ടൊക്കെ ആയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല വലുതായിട്ടൊക്കെ നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോകുമ്പോഴും ശ്രദ്ധിക്കുക, നോക്കി വേണം പോകാനായിട്ട്. പ്രത്യേകം പറയുകയാണ്, ശ്രദ്ധിച്ചു പോവുക. പൈൻ വാലിക്ക് പുറത്ത് വരുമ്പോഴത്തേക്ക് ഒരു ഫാമാണുള്ളത്. അതിൻ്റെ വ്യൂ ഞാനിത് ദൂരം നിന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്ത് പോയി എടുക്കാം. എനിക്ക് സമയം വളരെ കുറവായതിനാൽ ഞാൻ അടുത്ത് പോയില്ല. ഹായ്, നമ്മളിപ്പോ രണ്ടാമത്തെ പോയിന്റായ മൊട്ടക്കുന്നിലാണ് ഉള്ളത്. പൈൻ വാലിയിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞില്ലേ? നമുക്കിനി മൊട്ടക്കുന്നിലെ കാഴ്ചകളൊന്ന് കാണാം. ഞങ്ങള് മൊട്ടക്കുന്നിലേക്ക് വരുന്ന വഴി തങ്ങൾപ്പാറ എന്നുള്ളൊരു സ്പോട്ട് കണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങോട്ടുള്ള വഴി, ഞങ്ങൾ 2 വീലറിലാണ് വന്നത്, അങ്ങോട്ടുള്ള വഴി ഭയങ്കര മോശമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ സാധിച്ചില്ല. നമുക്കിനി എന്തായാലും ഒരു പ്രാവശ്യം അങ്ങോട്ട് പോയി നോക്കണം. നമ്മൾ മൊട്ടക്കുന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദൂരെ കാഴ്ചയിൽ കാണുമ്പോഴാണ് മൊട്ടക്കുന്ന് ഭംഗിയായിട്ട് തോന്നുന്നത്. നമുക്ക് അടുത്ത് വരുമ്പോഴത്തേക്ക് മൊട്ടക്കുന്നിൽ അത്രയും പച്ചപ്പുണ്ട്, പക്ഷെ ദൂരെന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾ കാണുന്നില്ലേ മൊട്ടക്കുന്നിലെ കാഴ്ചകൾ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൂരയിലുള്ള കാഴ്ചയാണ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ളത്. അടുത്ത് വന്നപ്പോഴത്തേക്കുള്ള കാഴ്ചകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ സ്ക്വയറിൻ്റെ ഒരു സംഭവമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. നല്ലൊരു ഫീലാണ് ഇവിടെ കിട്ടുന്നതും. നമ്മുടെ ഇവിടെ ക്ലൈമറ്റ് നോക്കി വരുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത്. ഞാൻ ഇതുവരെ വന്നിട്ടുള്ളതിൽ എനിക്ക് ഇന്ന് കിട്ടിയ ഫീലാണ് അടിപൊളിയൊരു ഫീലായിട്ടുള്ളത്. നല്ല എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. റോഡൊക്കെ കോടയിൽ മുങ്ങി നിൽക്കുകയായിരുന്നു. വാഗമൺ കോടയിൽ മുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഇത്രയും നാളും വന്നതിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഇവിടെ സൈക്ലിങ്ങും കയാക്കിങ്ങും ഒക്കെ ഉണ്ട്. വാഗമണിലെ മുഴുവൻ കാഴ്ചകളും നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ തിരിച്ചിപ്പോൾ മടങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്ലൈമറ്റ് നോക്കി തന്നെ വരാൻ ശ്രമിക്കുക വാഗമണിലേക്ക്. ആ ഒരു ഫീല് എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഞാനിപ്പോൾ എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു മടങ്ങുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി ഇന്നത്തെ കാഴ്ചകളെല്ലാം. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.